الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്നുകളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരിക്കലൊരു സഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് എന്നെ ചുരുക്കി ഒന്ന് ഉപദേശിക്കണം എന്നാവശ്യപ്പെട്ടു. നിത്യജീവിതത്തിൽ ഓരോ സമയവും ശ്രദ്ധിക്കേണ്ട 3 ഉപദേശങ്ങളാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് കൊടുത്തത്. നബി അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഖാല ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലുള്ളാഹി അല്ലിംനി വഔജിസ്. വളരെ ചുരുക്കി എന്ന ചില കാര്യങ്ങൾ പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കുംത ഫി സ്വലാത്തിക, നിന്റെ നമസ്കാരത്തിൽ നിന്നാൽ ഫസല്ലി സ്വലാത്തിൽ മുവദ്ദിഅ, ഈ ലോകത്തുനിന്ന് വിട പറയാൻ നേരത്ത് നമസ്കരിക്കുന്ന നമസ്കാരത്തെ പോലെ നിന്റെ നമസ്കാരത്തെ നീ മാറ്റി തീർക്കണം. വലാ തുകല്ലം ബികലാമിൻ തഅ്തദിർ മിൻഹു, നീ സംസാരിക്കുമ്പോൾ ഒരിക്കലും ഖേദിക്കാതെ അല്ലെങ്കിൽ ക്ഷമ പറയേണ്ടി വരുന്ന സംസാരങ്ങൾ സംസാരിക്കാതിരിക്കാൻ നീ സൂക്ഷിക്കണം. 3ാമത്തെ ഉപദേശം ജനങ്ങളുടെ പക്കലുള്ളത് നീ ആഗ്രഹിക്കാതിരിക്കണം. 3 ഉപദേശങ്ങളാണ് കൊടുത്തത്. 1ാമത്തെ ഉപദേശം ഇദാ കുംതും ഫി സ്വലാത്തിക, നീ നിന്റെ നമസ്കാരത്തിൽ നിൽക്കുകയാണെങ്കിൽ ഫസല്ലി സ്വലാത്തിൽ മുവദ്ദിഅ, ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനുള്ള അവസാനത്തെ നമസ്കാരമായി നീ അത് വിചാരിക്കണം. പലപ്പോഴും നമ്മളൊക്കെ ആശങ്കയിലാണ്, നമസ്കാരത്തിൽ ഭക്തി കിട്ടുന്നില്ല എന്നത്. ഇത് പരസ്പരം നമ്മൾ പങ്കുവെക്കാറുമുണ്ട്. എന്താ, നമസ്കരിക്കുമ്പോൾ ശ്രദ്ധ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമസ്കാരം തുടങ്ങുമ്പോൾ എവിടെയാണെന്നറിയും, തുടങ്ങിക്കഴിഞ്ഞ് സലാം വീട്ടുമ്പോഴാണ് നമസ്കാരത്തിലാണല്ലോ എന്ന് തിരിച്ചറിയുക ചില ആളുകൾ. അതേപോലെ ചില പ്രാർത്ഥനകൾ ചൊല്ലിയോ ചൊല്ലിയില്ലേ
എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ നമസ്കാരം എന്നത് നമ്മുടെ ദീനിൻ്റെ അളവാണ്. ദീനിൻ്റെ അളവാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്നത്. നമസ്കാരം എത്ര ശരിയായോ അതിനനുസരിച്ച് ദീനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇദാ കുൻതും ഫി സ്വലാത്തിക ഫസല്ലി സ്വലാത്തിൽ മുവദ്ദിഅ. അങ്ങനെ നമസ്കരിക്കാൻ സാധിക്കണം. ഇതിന് വേണ്ട ഒന്നാമത്തെ കാര്യം മടിയന്മാരുടെ നമസ്കാരം ഒഴിവാക്കുക. മടിയന്മാരുടെ നമസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും ആ ലക്ഷണങ്ങളൊന്നും നമസ്കാരത്തിൽ ഇല്ലാണ്ടിരിക്കുകയും ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. തീർച്ചയായും കപടവിശ്വാസികൾ അള്ളാഹുവെ വഞ്ചിക്കാൻ നോക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. അവർ നിസ്കാരത്തിന് നിന്നാൽ ഉദാസീനരായിക്കൊണ്ടും ആളുകളെ കാണിക്കുവാൻ വേണ്ടിയുമാണ് നിൽക്കുന്നത്. കുറച്ചു മാത്രമേ അവർ അള്ളാഹുവെ ഓർമ്മിക്കുകയുള്ളൂ. എങ്ങനെ? 3 കാര്യങ്ങൾ. നമസ്കാരം, മടിയന്മാരുടെ നമസ്കാരത്തിൻ്റെ 3 ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? 1, അവർ വളരെ അലസമായി നിൽക്കും നമസ്കാരത്തിൽ. നമുക്കതുണ്ടോ? അവസാനത്തെ 2 റക്അത്തിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അലസമായിട്ടാണോ നമസ്കരിക്കാൻ നിന്നത് എന്നാലോചിച്ചാൽ മതി, ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്കറിയാം. 2, ആളുകളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കും. ആളുകൾ കാണുമ്പോൾ നമസ്കാരം നന്നാക്കുകയും ആളുകൾ കാണാതിരിക്കുമ്പോൾ നമസ്കാരം സ്പീഡിലാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമസ്കാരത്തെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. 3, വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. കുറച്ചു മാത്രമേ മടിയന്മാരായ ആളുകൾ നമസ്കാരത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയുള്ളൂ. അവർ കൂടുതൽ ദുനിയാവിനെ കുറിച്ചാണ് നമസ്കാരത്തിൽ ആലോചിക്കുക. അപ്പോൾ ഒന്നാമത്തത് മടിയന്മാരുടെ നിസ്കരിക്കാതിരിക്കുക. മടിയന്മാരുടെ നിസ്കാരത്തെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്ന ആ ലക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, യഥാവിധം നമസ്കരിക്കുന്നവരെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു കൂടെയുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട്. ഖാലല്ലാഹു ഇന്നി മഅകുൽ ലൈൻ അഖംതുസ് സ്വലാത്ത്. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്ന് അല്ലാഹു തആല പറയുകയാണ്. നിങ്ങൾ തഖല്ലുബുൽ സാജിദീൻ, നിങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ അതിൻ്റെ ചലനങ്ങൾ ഞാൻ കാണുന്നുണ്ട് എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു കാണുന്നുണ്ട്. അല്ലാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. രാജാതിരാജനായ അല്ലാഹുവിനോട് നേരിട്ട് സംസാരിക്കുകയാണെന്ന ഒരു വിചാരം, ഒരു വികാരം, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. 3-ാമത്തെ കാര്യം, മനസ്സും ശരീരവും ഏകീകരിച്ച് നമസ്കരിക്കുക. മനസ്സിൻ്റെ പ്രവർത്തനവും ശരീരത്തിൻ്റെ പ്രവർത്തനവും കൂടിച്ചേരുമ്പോഴാണ് നമസ്കാരം ഉണ്ടാകുന്നത്. ശരീരം കൊണ്ട് കുത്തി പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സുകൊണ്ട് ചൊല്ലിയിട്ടും കാര്യമില്ല. രണ്ടും ഒപ്പം സംഭവിക്കണം. രണ്ടും ബോധപൂർവം ചെയ്യണം. മനസ്സും ശരീരവും ഒരേ സമയം പ്രവർത്തിക്കണം. അൻ അബാ ദർറിൻ യഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസാലുല്ലാഹി അസ്സ വജല്ല മുഖ്ബിലൻ അലൽ അബ്ദി ഫീ സ്വലാത്തിഹി മാ ലം യൽതഫിത് ഫൈദാ സറഫ വജ്ഹഹു ഇൻസറഫ അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു തൻ്റെ അടിമയുടെ നേരെ അയാളുടെ നമസ്കാരത്തിൻ്റെ സമയത്ത് മുന്നിട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. ഒരടിമ നമസ്കരിക്കുമ്പോൾ അള്ളാഹു ആ അടിമയെ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കും. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ, അയാൾ തൻ്റെ മുഖം തിരിച്ചു കളഞ്ഞാലോ അള്ളാഹും അയാളിൽ നിന്ന് തിരിഞ്ഞു കളയും. നമസ്കാരത്തിലേക്ക് നോക്കേണ്ടത് എവിടേക്കാണ്? സുജൂദിൻ്റെ സ്ഥലത്തേക്ക്. അത്തഹിയാത്തിൽ വിരൽ ചൂണ്ടുന്ന സമയത്ത് വിരലിലേക്ക് നോക്കണം. ഈ 2 നോട്ടമല്ലാതെ 3-ാമത്തെ ഒരു നോട്ടം നമ്മുടെ നമസ്കാരത്തിലുണ്ടായാൽ പിശാച് കയറി വരികയും അള്ളാഹു നമ്മളിലേക്ക് മുന്നിട്ട് നോക്കുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നോട്ടം കിട്ടുന്ന നമസ്കാരമാകണമെങ്കിൽ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു നോക്കാതെ നോക്കുന്നത് കൃത്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിടത്തേക്കായിരിക്കണം എന്നുള്ളത് പ്രധാനമാണ്. 4-ാമത്തത്, ഭക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി അതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കാരണം അനസ് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ വമിൻ നഫ്സിൻ ലാ തസ്ബഅ വമിൻ ഇൽമിൻ ലാ യൻഫഅ വമൻ ഖൗലിൻ ലാ യുസ്മഅ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരിൽ
ഹാഉലാഇൽ അർബ. ഭക്തിയില്ലാത്ത ഹൃദയം, ആർത്തിയടങ്ങാത്ത മനസ്സ്, ഉപകാരമില്ലാത്ത അറിവ്, സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥന, ഈ 4 കാര്യത്തിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഭക്തിയുള്ള ഹൃദയമായി മാറണം. ആർത്തിയടങ്ങാത്ത മനസ്സിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളോട് സംതൃപ്തമായ ഒരവസ്ഥയുണ്ടാകണം. ഉപകാരമില്ലാത്ത അറിവുകൾ ശേഖരിക്കുന്നിടത്ത് നിന്ന് മാറി ഉപകാരമുള്ള അറിവ് ശേഖരിക്കാനും അത് ഉപകരിക്കാനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അതേപോലെ സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥനയുണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടണമെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നു. അവ്വല ശൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ അൽ ഖുശൂ ഹത്താ ലാ തറാ ഫിഹാ ഖാശിയൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖിയാമത്ത് നാളിൻ്റെ അലാമത്ത് എന്താണത്? അത് ആളുകളിൽ നിന്നും ഭയഭക്തി നഷ്ടപ്പെടും, ഭയഭക്തി ഉയർത്തപ്പെടും. ഭക്തിയുള്ള ഒരാളെപ്പോലും കാണാത്ത രൂപത്തിൽ നാടായിത്തീരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുകയാണ്. അവലുമാ തഫ്ഖിദൂന മിൻ ദീനികുമുൽ ഖുശൂ. ദീനിൽ ഏറ്റവും ആദ്യം അത് നഷ്ടപ്പെടുക ഖുശൂ ആണ്. വആഖിറുമാ തഫ്ഖിദൂന മിൻ ദീനികും അസ്സലാത്ത്. അവസാനം നഷ്ടപ്പെടുക നമസ്കാരവുമായിരിക്കും. നമസ്കാരത്തിൻ്റെ ക്വാളിറ്റി ആദ്യം നഷ്ടപ്പെടും, എന്നിട്ട് ആളുകളിൽ നിന്ന് നമസ്കാരം തന്നെ നഷ്ടപ്പെടും. വറുബ്ബമാ മുസല്ലി ലാ ഖൈറ ഫീഹി. ഒരു നന്മയുമില്ലാത്ത നമസ്കാരം നമസ്കരിക്കുന്ന എത്രത്തോളം നമസ്കാരക്കാരാണുള്ളത്. യൂശികു അൻ തുദ്ഖിലുൽ മസ്ജിദുൽ ജമാഅ ഫലാ തറാ ഫീഹിം ഖാശിയ. ഒരു ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ വന്നാൽ ഖുശൂഓടെ നമസ്കരിക്കുന്ന ഒരാളെപ്പോലും കാണാത്ത ഒരു കാലം വരുമെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിൽ പെടാതിരിക്കാനുള്ള പരിശ്രമം, ഖുശൂഓടെ നമസ്കരിക്കുന്ന ആളുകളിൽ പെടാനുള്ള അങ്ങേയറ്റത്തെ ഒരു പരിശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിക്ക് കൊടുത്ത ഒന്നാമത്തെ ഉപദേശത്തിൻ്റെ ചുരുക്കം. രണ്ടാമത്തേത് എന്താണ്? സംസാരിക്കുമ്പോൾ ലാ തകല്ലമ ബികലാമിൻ തഅ്തദിറു മിൻഹു ഗദൻ. നാളെ ഖേദിക്കാതിരിക്കുന്ന രൂപത്തിൽ സംസാരിക്കണം. സംസാരിക്കുമ്പോൾ നാളെ ക്ഷമ ചോദിക്കേണ്ട അവസ്ഥ വരുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ, അങ്ങനെ ദ്രോഹം ചെയ്തല്ലോ, മനസ്സുകൊണ്ട് അയാളെ വേദനിപ്പിച്ചല്ലോ, ന്യായമല്ലല്ലോ ഞാൻ പറഞ്ഞത് എന്ന് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരവസ്ഥയില്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നല്ല വാക്ക് പറയണം എന്നത് ഖുർആനിൻ്റെ കൽപ്പനയാണ്. ഓരോ ആഴ്ചയിലും ഖുതുബകളിൽ ആയത്തുകൾ നമ്മൾ കേൾക്കാറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുകയും ശരിയായ വാക്ക് പറയുകയും ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. എങ്കിൽ അവൻ നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കി തരും, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്കവൻ പുറത്തു തരികയും ചെയ്യും. അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും ആരനുസരിക്കുന്നുവോ അവർക്കാണ് മഹത്തായ വിജയം. നല്ല വാക്ക് പറഞ്ഞാൽ കർമ്മങ്ങൾ നന്നാക്കി തരികയും പാപങ്ങൾ പുറത്തു തരികയും അവന് വമ്പിച്ച വിജയത്തിൻ്റെ ആളായി തീരുകയും ചെയ്യും. ശരിക്കും നമ്മുടെ കൽബിൽ നിന്നുള്ള പുറത്തേക്കുള്ള പൈപ്പാണ് നാവ്. കൽബിലെന്താണോ ഉള്ളത്, ചീഞ്ഞതാണെങ്കിൽ ചീഞ്ഞ വാക്ക് പറയും, നല്ലതാണെങ്കിൽ നല്ല വാക്കുകൾ പുറത്തേക്ക് വരും. നമ്മുടെ സ്വഭാവത്തിലെ മുഖ്യം സംസാരമാണ്. അതിലൂടെയാണ് ജനങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്നത്. നമ്മുടെ വ്യക്തിത്വം തന്നെ സംസാരമാണ്. ഒരാളുടെ സംസാരമാണ് അയാളുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത്. ഒരു കാര്യം കേട്ട് മനസ്സിലാക്കിയല്ലാതെ എടുത്തുചാടി സംസാരിക്കരുത്, ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്, ചിന്തിക്കാതെ സംസാരിക്കരുത്. നമ്മളാണ് തീരുമാനം പറയുന്നത് എങ്കിൽ നന്നായി ആലോചിക്കണം. ഓരോ കാര്യത്തിലും തീരുമാനിച്ച് ആ കാര്യം എടുത്തു പറയുമ്പോൾ നല്ലവണ്ണം ആലോചിക്കണം. നമ്മുടെ തെറ്റായ സംസാരം കാരണം ആളുകൾ അകന്നു പോകാൻ, ബന്ധങ്ങൾ പിരിഞ്ഞു പോകാൻ, ത്വലാഖുകൾ സംഭവിക്കാൻ,
സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഒരിക്കലും കാരണമാകില്ലെന്നുറപ്പിച്ചാൽ നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കും. പരസ്പരമുള്ള സംസാരം മാത്രമല്ല, സോഷ്യൽ മീഡിയയുടെ കാലത്തായതുകൊണ്ട് അവിടെയും നമ്മൾക്ക് ശ്രദ്ധ വേണം. ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ലൈക്കും ഷെയറും കമാൻഡും ഒക്കെ നിമിഷ നേരം കൊണ്ട് എത്രയോ ആളുകളിലേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ ഒരു ലൈക്ക്, ഷെയർ, കമാൻഡ് ഇതൊക്കെ മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്നു. നമ്മളിടുന്ന ഒരു സ്റ്റാറ്റസ്, ആ സ്റ്റാറ്റസ് പല ആളുകളിലേക്കും പല ചിന്തകളും കൊണ്ടുപോയി എത്തിക്കും. അപ്പോൾ മോശമായ ഒരു വാക്ക് അല്ലെങ്കിൽ മോശമായ ഒരു സന്ദേശം നമ്മുടെ കൈ തട്ടിപ്പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നൽ അബ്ദ ലിയതകല്ലമ ബികലിമത്തിൻ മിൻ റിദ്വാനില്ലാഹി ലാ യുൽഖി ലഹാ ബാലുൻ യർഫഉല്ലാഹു ബിക ദറജാത് വ ഇന്നൽ അബ്ദ ലിയതകല്ലമ ബികലിമത്തിൻ മിൻ സഖ്തില്ലാഹി ലാ യുൽഖി ലഹാ ബാലുൻ വയദ്ഫി ബിഹാ ഫീ ജഹന്നം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരടിമ ഗൗരവത്തിലല്ലാതെ പറഞ്ഞൊരു വാക്ക്, അള്ളാഹുവിന് തൃപ്തിയുള്ള ആ വാക്ക് മൂലം അയാളുടെ പദവികൾ ഉയർത്തപ്പെടും. നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല, എങ്കിലും ആ വാക്ക് അള്ളാഹുവിന് തൃപ്തിയുള്ളതാണെങ്കിൽ അള്ളാഹു അവൻ്റെ ദറജ ഏറ്റിക്കൊടുക്കും. എന്നാൽ അതേപോലെ തന്നെ അള്ളാഹുവിനോട് കോപമുള്ള ഒരു വാക്ക് പറഞ്ഞവൻ അതുമൂലം നരകത്തിൽ പതിക്കുകയും ചെയ്യും. ഒരു വാക്കുകൊണ്ട് നരകം കിട്ടും, ഒരു വാക്കുകൊണ്ട് സ്വർഗം കിട്ടും. അള്ളാഹു തആല അങ്ങനെ തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ നാവിൽ നിന്ന് വീഴുന്ന ഏത് വാക്കാകട്ടെ ആ വാക്കിൻ്റെ പ്രത്യാഘാതം എന്തെന്ന് ചിന്തിച്ച് സംസാരിക്കുന്ന ആളുകളായി തീരണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നത്. ഒരിക്കലും ദ്വിമുഖനായി സംസാരിക്കരുത്. ഒരാളോട് അയാളുടെ അഭിപ്രായത്തിന് അനുകൂലം നിൽക്കുകയും അതേ എതിരഭിപ്രായത്തിന് വേറൊരാൾ എതിരഭിപ്രായം പറയുമ്പോൾ അവനോടും അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്നത് ദ്വിമുഖത്വമാണ്. രണ്ട് ഭാഗത്തും പോയി സംസാരിച്ച് രണ്ട് ഭാഗത്തും പരസ്പരം കുറ്റങ്ങൾ പറഞ്ഞ് അതിനിടയിൽ നമ്മൾ നല്ല വ്യക്തിത്വം ചമയുന്ന ഇത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. വിശ്വാസിക്ക് അല്ലാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണോ അതാണ് സത്യം. ഏതാണ് നന്മയെങ്കിൽ ആ നന്മയുടെ കൂടെ ധൈര്യത്തോടുകൂടി നിലനിൽക്കുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ ശർരിന്നാസ് രണ്ട് ദ്വിമുഖമുള്ളവൻ. ഒരാളുടെ അടുത്ത് ഒരു മുഖം, ഒരു അഭിപ്രായം, മറ്റേയാളുടെ അടുത്ത് അതിന് വിരുദ്ധമായ അഭിപ്രായം പറയുന്ന ആളുകൾ നാളെ പരലോകത്ത് ഏറ്റവും മോശപ്പെട്ടവരായിരിക്കും. അല്ലെങ്കിൽ ഒരാളുടെ അടുത്തൊരു മുഖമായിരിക്കും, മറ്റൊരാളുടെ മുഖത്ത് വേറൊരു മുഖമായിരിക്കും. അതൊരിക്കലും ശരിയല്ലാത്ത ഏർപ്പാടാണ്. പരസ്പരം സ്നേഹിക്കുന്നവരെ തെറ്റിക്കാനും അതേപോലെ നമീമത്ത് കൊണ്ട് നടക്കാനും നിന്നാൽ അള്ളാഹുവിൻ്റെ ഇബാദുകളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ അവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമീമത്ത് പറയാൻ, കുറ്റം പറയാൻ, അല്ലെങ്കിൽ രണ്ടുപേരെ ഭിന്നിപ്പിക്കുന്ന വർത്തമാനം പറയാൻ ശ്രമിക്കുകയെന്നത് വളരെ നീചമായ പ്രവർത്തനവും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇബ്നു ഖയ്യിം റഹ്മഹുല്ല പറയുകയാണ്, ഇന്നൽ അബ്ദ ലയഅതി യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലിൻ. ഒരു പർവ്വത സമാനമായ നന്മ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അവന്റെ നാവ് ആ നന്മകളെ മുഴുവൻ പൊളിച്ചു കളഞ്ഞതായി അവൻ കാണും. അഥവാ നാവ് കൊണ്ട് സംസാരിച്ചാൽ തന്നെ നമ്മുടെ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിലുണ്ടായിരിക്കും. നമീമത്തും ഫസാദും മറ്റുള്ളവരോട് ശത്രുതയും അവരെ കുറ്റം പറയലും വിമർശിക്കലും വേറെ ഉള്ള ആളുകളെ ആശങ്കപ്പെടുത്തലും നിരാശപ്പെടുത്തലും ഭയപ്പെടുത്തലും ഒക്കെ ഇസ്ലാം വിരോധിച്ച കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അബീ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലുള്ളാഹ് അയ്യുൽ മുസ്ലിമീന അഫ്ളൽ, ആരാണ് ഏറ്റവും ശ്രേഷ്ഠമായ മുസ്ലിമെന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മനുഷ്യൻ ഏതൊരാളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നുവോ, ഒരു മുസ്ലിം രക്ഷപ്പെടുന്നുവോ, അവനാണ് അഫ്ളലായ മുസ്ലിം. നമ്മളെ കൊണ്ട് നാവ് കൊണ്ടൊരു ഉപദ്രവം
ആർക്കും ലഭിക്കാൻ പാടില്ല, ഒരു മുസ്ലിമിന് പ്രത്യേകിച്ച്. അതേപോലെ നമ്മുടെ കൈ കൊണ്ട് ഒരാൾക്കൊരു ഉപദ്രവവും ലഭിക്കാതിരിക്കണം. അപ്പോഴാണ് നമ്മൾ അഫ്ളലായ മുസ്ലിമാവുക. അഫ്ളലായ മുസ്ലിമാവുക എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാവുക, നാളെ പരലോകത്ത് ദറജയേറിയവനാവുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കിട്ടുന്നവനാവുക. അതുകൊണ്ട് തന്നെ നാവിനെ സൂക്ഷിക്കുകയും നമസ്കരിക്കുമ്പോൾ അവസാനത്തെ നമസ്കാരമാണിത് എന്ന് ചിന്തിച്ച് നമസ്കരിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉപദേശിച്ച 2 കാര്യങ്ങൾ അനുസരിക്കുകയാണ്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവൻ ഫഖദ് ഫാസ ഫൗസൻ അദീമ, അവൻ വലിയ വിജയത്തിലായിരിക്കും. അത്തരം വിജയിക്കുന്ന ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറഞ്ഞ 3ാമത്തെ ഉപദേശം ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക. വഅജ്മഉൽ യഅ്സ മിമ്മാ ഫീ ഐദിന്നാസ്, ജനങ്ങളുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക. അന്യായമായി ഒരാളുടെ കയ്യിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. അതിനെന്തു വേണം? ഉള്ളത് കൊണ്ട് ധന്യമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അൻ ഹംസ ഇബ്നു അബ്ദുല്ലാഹ് അൻ അബീഹി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തസാലുൽ മസ്അലതു ബിഅഹദിൻ ഹത്താ യൽഖല്ലാഹു വലൈസ ഫീ വജ്ഹിഹി മുസ്അതു ലഹ്മിൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹംസത്ത് ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. നിങ്ങളിൽ ഒരുവൻ യാചന കാരണമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ്റെ മുഖത്ത് തീരെയും മാംസമുണ്ടായിരിക്കുന്നതല്ല. ഖിയാമത്ത് നാളിൽ മുഖത്ത് മാംസമില്ലാതെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആളുകളുടെ പ്രത്യേകത എന്താ? അവർ യാചന നടത്തിയിരുന്നു, മറ്റുള്ളവരോട് സംഖ്യ വാങ്ങിയിരുന്നു, അവരുടെ പിന്നാലെ നടന്ന് എനിക്ക് മരുന്നിന് കാശില്ല, അതേപോലെ എനിക്ക് ഭക്ഷണത്തിന് കാശില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ സ്വൈരം കെടുത്തി പ്രയാസപ്പെടുത്തി നടക്കുന്ന ആളുകൾ യാചനയുടെ വാതിൽ തുറന്നാൽ ഒരാൾക്കത് അടക്കാൻ സാധിക്കുകയില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ ഫഖാല യാ റസൂലല്ലാഹ് ദുല്ലൂനി അലാ അമലിൻ ഇദാ അനാ അമിൽതഹു അഹബ്ബനി അല്ലാഹു വഅഹബ്ബനി അന്നാസ്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരമലിനെ എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ആവശ്യപ്പെടുകയാണ്. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്, നമ്മൾക്കെല്ലാം ബാധകമായ കാര്യമാണിത്. ഇസ്ഹുദ് ഫുദ്ദുനിയാ യുഹിബ്ബുകല്ലാഹ്, നീ ഈ ദുനിയാവിൽ വിരക്തിയുള്ളവനാവുക. ദുനിയാവിൽ കിട്ടിയത് മതി, കിട്ടിയതേറെയാണ്, ഇതിനേക്കാൾ അധികം എനിക്ക് കിട്ടാനില്ല എന്ന് വിചാരിച്ച് മറ്റുള്ള ഈ ദുനിയാവിൽ വിരക്തി ഉണ്ടാവുക. രണ്ടാമത്തതോ ജനങ്ങളുടെ കയ്യിലുള്ളത് വിട്ടുകളയുക, അത് കിട്ടണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക. യുഹിബ്ബുകന്നാസ്, അപ്പോൾ ആളുകൾ ഇഷ്ടപ്പെടും. നമ്മളൊരു ചായക്കടയിൽ കയറിയാൽ ആരെങ്കിലും പൈസ കൊടുക്കുമോ നോക്കി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ചായക്കാശ് കൊടുക്കണം, അവൻ്റെ കയ്യിൽ നിന്നൊരു ചായ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ആളുകൾ യഥാർത്ഥത്തിൽ അവർക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഒരു വിലയും ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ ഒരിടത്ത് ചെന്നാൽ നമ്മൾ പൈസ കൊടുക്കുന്നവനായാലാണ് നമ്മുടെ വില വർദ്ധിക്കുക. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെയുണ്ടെങ്കിലാണ് ഒരാളുടെ കൂടെ പോയി ചായ കുടിക്കേണ്ടത്. സുഹൃത്ത് ബന്ധത്തിൽ കൊടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. എന്നും ഇത് ശീലമാക്കുക. ആരുടെയെങ്കിലും കൂടെ പോവുക, ചായ കുടിക്കുക, അവർ ക്യാഷ് കൊടുക്കുക, പേഴ്സൊന്നെടുക്കാനോ ഒന്ന് കൊടുക്കാൻ ശ്രമിക്കാനോ പോലും ശ്രമിക്കാതിരിക്കുന്നൊരവസ്ഥ. നമ്മുടെ സ്നേഹം കൊണ്ട് ആരെങ്കിലും വാങ്ങിത്തരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാഷ് ഞാൻ കൊടുത്തോളാം എന്ന് നേരത്തെ പറയുന്നുണ്ടെങ്കിൽ വാശി പിടിച്ച് അയാളെ ബുദ്ധിമുട്ടിക്കണമെന്നല്ല പറയുന്നത്. മറിച്ച് അതൊരു ശീലമാക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ വില കളയുന്നതിൻ്റെ തുല്യമായിരിക്കും അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജോലി ചെയ്ത് ജീവിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചത്. ജനങ്ങളോട് ചോദിക്കുന്നവർ നാളെ മുഖത്ത് മാംസമില്ലാത്തവരായി വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ ഒരാൾ കയറെടുത്ത് മലയിൽ പോയി തൻ്റെ മുതുകിൽ വിറക്ക് കെട്ട് ചുമന്നുകൊണ്ട് അത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് അയാളുടെ അഭിമാനം അല്ലാഹു സംരക്ഷിക്കുന്നുവെങ്കിൽ അതാണ് ജനങ്ങളോട് യാചിക്കുന്നതിനേക്കാൾ അയാൾക്ക് ഉത്തമം. ജനങ്ങൾ അയാൾക്ക് നൽകുകയോ നിഷേധിക്കുകയോ ചെയ്യട്ടെ. എത്ര ചെറിയ ജോലിയായാലും അതെടുത്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എത്ര ചെറിയ ശമ്പളമായാലും ആ ശമ്പളം കൊണ്ട് തൃപ്തിയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് സ്വയം പര്യാപ്തത മുഅ്മിന് അങ്ങേയറ്റത്തൊരു ശ്രേഷ്ഠത നൽകുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരോട് കൂടിച്ചേർന്ന അവരുടെ അടിമത്തത്തിൽ അല്ലെങ്കിൽ അവരുടെ സഹായത്തിൽ ജീവിക്കുന്നത് മുഅ്മിന് ഭൂഷണമല്ല എന്ന് നമ്മൾ ആലോചിക്കണം. മാ അകലാഹദുൻ തആമൻ ഖത്തുൻ ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. സ്വന്തം തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് ഭക്ഷിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു ഭക്ഷണവും ഒരാളും കഴിച്ചിട്ടില്ല. സ്വന്തം വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് വളരെ ചുരുങ്ങിയ ഭക്ഷണമാണെങ്കിലും അത് കഴിക്കുമ്പോഴുണ്ടാകുന്ന ടേസ്റ്റ് വേറെ ഒന്നിനും ഉണ്ടാവില്ല എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാവൂദ് നബി അലൈഹിസ്സലാം സ്വന്തം കരം കൊണ്ട് അധ്വാനിച്ച ഫലത്തിൽ നിന്നല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല. സ്വന്തം അധ്വാനിച്ചതിൽ നിന്നല്ലാതെ ദാവൂദ് അലൈഹിസ്സലാം ഒരിക്കലും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ മാതൃക നമ്മൾ സ്വീകരിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗിനാ അൻ കത്റത്തിൽ അർദ്. കുറേ വിഭവം ഉണ്ടാകുക, വലിയ കാറുണ്ടാകുക, വലിയ വീടുണ്ടാകുക, വലിയ സമ്പത്തുണ്ടാകുക, ഇതല്ല മനസ്സിൻ്റെ സമാധാനം. മനസ്സിന് അതുകൊണ്ടല്ല സമാധാനം കിട്ടുക, അല്ലെങ്കിൽ ഐശ്വര്യം അതല്ല. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. മനസ്സിനുണ്ടാകുന്ന ഒരു നിറവുണ്ട്, മനസ്സിനുണ്ടാകുന്ന ഒരു തൃപ്തിയുണ്ട്, മനസ്സിനുണ്ടാകുന്ന ഒരു ഐശ്വര്യമുണ്ട്. അത് വെറും പായയിൽ കടന്നാലും അതിനൊരു സമാധാനമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ലൻ തദഅ ശൈഅൻ ഇല്ലാ അബ്ദലകല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൽ ലക മിൻഹു. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അല്ലാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നിഷിദ്ധമായ ഒരു കാര്യം ഉപേക്ഷിച്ചാൽ, ഹറാമായ ഒരു കാര്യം ഒരാൾ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഉപേക്ഷിച്ചാൽ അതിനേക്കാൾ നല്ലത് അവൻ നിനക്ക് പകരം നൽകാതിരിക്കുകയില്ല. നമ്മൾ ഈ നാളെ പരലോകം പേടിച്ച് അള്ളാഹു വിചാരണ ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മളൊരു കാര്യം ഒഴിവാക്കിയാൽ അതിനേക്കാൾ നല്ലത് അള്ളാഹു തആല നമുക്ക് പകരം നൽകുമെന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വയം പര്യാപ്തരാകാൻ ശ്രമിക്കുക. നമസ്കാരം അവസാനത്തെ നമസ്കാരമാണെന്ന് വിചാരിച്ച് നമസ്കരിക്കാൻ ശ്രമിക്കുക. നാവിനെ സൂക്ഷിക്കുക. ഈ മൂന്നുമുണ്ടെങ്കിൽ നമ്മുടെ സമാധാനം ഇതിനേക്കാൾ 10 ഇരട്ടി വർദ്ധിക്കുമെന്ന് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. ഈ 3 കാര്യങ്ങളിലും അള്ളാഹു ഉദ്ദേശിച്ചതെന്താണോ, അള്ളാഹു തൃപ്തിപ്പെടുന്നതെന്താണോ അതേപോലെ പ്രവർത്തിക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.